വെൽക്കം ടു മൈ കുക്കിംഗ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ സ്റ്റൈൽ കോഴി വരട്ടിയത്. ഒരു സുഹൃത്തിന്റെ അമ്മയിൽ നിന്നും കടമെടുത്ത റെസിപ്പിയാണ്. അതിന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ: ഉള്ളി 3 എണ്ണം നന്നായി അരിഞ്ഞത്, പച്ചമുളക് ഒരു 7 എണ്ണം, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കനും. ഇത്രയുമാണ് ആവശ്യം. എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇവയെ ഓരോന്നായി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വിശദമായി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നതായിരിക്കും. നല്ല ചൂടായ എണ്ണയിലേക്ക് കൈ പൊള്ളാതെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ഇടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇട്ട ശേഷം നന്നായി വഴണ്ടി വരുന്നവരെ, ഇതൊരു നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് മരത്തിന്റെ തവ കൊണ്ട് വേണം ഉപയോഗിക്കാൻ. ഉള്ളി നന്നായി വഴറ്റുക. വളരെ ചെറിയ ബ്രൗൺ നിറമായ ഉള്ളി മാറിയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. 5 മിനിറ്റിന് ശേഷം ഉള്ളി വഴറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഉള്ളി ബ്രൗൺ നിറമായതിനു ശേഷം നമുക്ക് മെല്ലെ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇതാണ് രണ്ടാം ഘട്ടം. തക്കാളി ഉള്ളിയോട് ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം തക്കാളി ഏതാണ്ട് നന്നായി വെന്ത് വെള്ളം പോലെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ മുളക് പൊടിയും ഗരം മസാല പ്രത്യേകം ശ്രദ്ധിക്കണം. ഗരം മസാലയാണ് ഇതിന് ഈ ചിക്കൻ കറിയുടെ രുചി നൽകുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവയാണ് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത്. അത് തക്കാളി നന്നായി വെന്തതിന് ശേഷം. തക്കാളി നന്നായി വഴറ്റി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുളക് പൊടി ചേർക്കുക എന്നുള്ളതാണ്. നന്നായി എരിവിനനുസരിച്ചാണ് മുളക് പൊടി ചേർക്കേണ്ടത്. മുളകിനൊപ്പം മല്ലി ചേർക്കുക എന്നതാണ് കുക്കിങ്ങിലെ മറ്റൊരു പ്രധാന പാഠം. മധ്യ കേരളത്തിൽ അങ്ങനെയാണ്. ഇനിയാണ് ഈ കറിയുടെ സിഗ്നേച്ചർ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗരം മസാല ചേർക്കേണ്ടത്. അത് ഏതാണ്ട് 1 സ്പൂൺ ഗരം മസാല വിതറിയിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കുക. മസാലകളെല്ലാം, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുത്ത് കഴിഞ്ഞു. അതെല്ലാം തക്കാളിയിലും ഉള്ളിയിലും ചേർന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത് കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ മസാല ചിക്കനിലേക്ക് ചേരൂ. ഇവ നന്നായി ഇളക്കിയതിന് ശേഷം ഒരല്പം വെള്ളം, അത് നമുക്ക് ഡ്രൈ ആയിട്ട് വേണോ കറിയായിട്ട് വേണോ എന്നതിനനുസരിച്ച്, കറിയായിട്ട് വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി അടച്ചു വെക്കാം. ഏതാണ്ട് എല്ലാ ചിക്കൻ പീസുകളിലും കറി പിടിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ഒരു ഗ്ലാസ്സിൽ വളരെ കുറച്ച് വെള്ളം, ഏതാണ്ട് ഒരു 1/4 ഗ്ലാസ് എന്ന് പറയാം. കാരണം ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം തീ വേണമെങ്കിൽ അല്പം കുറച്ച് അടച്ചു വെക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. ചിക്കൻ വെന്തതിന് ശേഷം ആണ് നമ്മൾ ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. അത് അവസാന ഘട്ടം. ഏതാണ്ട് 15 മിനിറ്റോളം ചിക്കൻ അടച്ചു വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ വെന്തോ എന്ന് നോക്കുകയാണ്. അതിനുള്ള എളുപ്പ വഴി, തവി കൊണ്ട് മെല്ലെ ചിക്കൻ്റെ
കഷ്ണങ്ങളിൽ കുത്തി നോക്കുക. ഇറച്ചി വേർപെട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, അതിനർത്ഥം ചിക്കൻ വെന്തു എന്നാണ്. അപ്പോൾ ചിക്കൻ വെന്തു എന്ന് ഉറപ്പിക്കാം. ഈ പ്രത്യേക ചിക്കൻ കറിയിൽ, അതായത് തൃശ്ശൂർ സ്റ്റൈൽ വരട്ടിയ ചിക്കൻ കറിയിൽ ചെയ്യേണ്ടത് നമ്മൾ അടുപ്പ് മാറ്റി വെച്ച് ചിക്കൻ വരട്ടിയെടുക്കുക എന്നതാണ്. അപ്പോൾ ഈ വെള്ളമെല്ലാം പോയി കുറച്ചുകൂടി ഒരു കറുത്ത ബ്രൗണിഷ് കളറിലേക്ക് ചിക്കൻ വരും. അപ്പോഴാണ് നമ്മൾ അവസാന പടിയായ ഉപ്പ് ചേർക്കൽ, അതുപോലെ കുറച്ച് മല്ലിയില ഇടൽ, അതായത് സീസണിങ് എന്നിവ ചെയ്യേണ്ടത്. കോഴിക്കറിയിലെ വെള്ളം ഏതാണ്ട് വറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സെമി ലിക്വിഡി സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമുക്ക് വേണ്ടത്. കാരണം പിടിയുടെ കൂടെയാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത്. അതായത് മധ്യ കേരളത്തിലെ ഒരു സ്പെഷ്യൽ ഡിഷായ പിടിയും കോഴിയിറച്ചിയും വളരെ ഫേമസ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉപ്പ് ചേർക്കുക. പാകത്തിന് എന്ന ഒരു ക്ലീഷേ പദം തന്നെയാണ് ഇവിടെയും ഞാൻ ഉപയോഗിക്കുന്നത്. പാകത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു ചെറിയ സീസണിങ് പോലെ മല്ലിയില അതിന് മുകളിലേക്ക് ഇടുക. മല്ലിയിലയും ചേർത്ത് ഇളക്കിയിടുന്നതോടെ പിടിയും കോഴിക്കറിയും തയ്യാറായിരിക്കുകയാണ്.